Good morning all. എൻ്റെ പേര് ജോപ്പി മാർക്കോസ്. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 29 മെയ് 2025 വ്യാഴാഴ്ച. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ഇന്നത്തെ മാർക്കറ്റ് നോക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിനെ പറ്റി ഒരു വിശകലനം നമുക്ക് നടത്താം. ഇന്നത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നോൺ ഡയറക്ഷണൽ സെല്ലേഴ്സിന് പറ്റിയ ഒരു മാർക്കറ്റ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഏകദേശം നിഫ്റ്റിയുടെ വാല്യൂ നോക്കുവാണെങ്കിൽ 73 പോയിന്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഏകദേശം ഒരു ചെറിയ തോതിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ ഒരു സൈഡ് വേസ് മാർക്കറ്റും കൂടി ആയിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ചെറിയ തോതിലുള്ള ഒരു പോസിറ്റിവിറ്റിയാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഏകദേശം 64 പോയിന്റ് പോസിറ്റിവിറ്റിയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി സെൻസെക്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ 239 പോയിന്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 0.3% നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഡെയിലി പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ലഭിക്കാനായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. 6 മണിയോടുകൂടി തന്നെ നിങ്ങൾക്ക് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ് കാണാവുന്നതാണ്. അപ്പം എല്ലാവരും ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ന്യൂസുകൾ കണ്ടതിന് ശേഷം മാത്രം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. കാരണം ന്യൂസസിന്റെ ബേസിസിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെയധികം ഫ്ലക്ച്വേഷൻസും അതായത് വോളറ്റിലിറ്റി ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ന്യൂസ് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഗ്ലോബലി നോക്കുവാണെങ്കിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് GDP ഗ്രോത്ത് റേറ്റ്, യുഎസിന്റെ GDP ഗ്രോത്ത് റേറ്റ് റിലീസ് ആവുന്നുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റിസൾട്ട് ആണ് വരുന്നത്. അപ്പം ഈ ഒരു ന്യൂസ് അറിഞ്ഞതിന് ശേഷം നമുക്ക് ഫോറക്സ് മാർക്കറ്റിലൊക്കെ നമുക്ക് ചെറിയ തോതിലുള്ള ഒരു വേരിയേഷൻസ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സെബിയുടെ ഭാഗത്ത് നിന്ന് ജിയോ ബ്ലാക്ക് റോക്ക് അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്ക് അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആയിട്ട് അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഹൗസ് ഒക്കെ ആയിട്ട് ഇവർക്ക് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കാമെന്നതിന്റെ അപ്രൂവലാണ് ജിയോ ബ്ലാക്ക് റോക്കിന് ലഭിച്ചിട്ടുള്ളത്. ജിയോ ഫിനാൻഷ്യൽ സർവീസും അതേപോലെ തന്നെ ബ്ലാക്ക് റോക്കും കൂടി മെർജ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്നത്. അവരുടെ ഡിവിഡൻഡ് ആണ് പ്രഖ്യാപനം വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. സ്റ്റീൽ കാസ്റ്റ് 2.7 rupees പെർ ഷെയറും അതേപോലെ തന്നെ ബാറ്റ ഇന്ത്യ 9 rupees പെർ ഷെയറുമാണ് ഡിവിഡൻഡ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അതേപോലെ സ്റ്റീൽ കാസ്റ്റിന്റെ ഇന്നത്തെ Q4 റിസൾട്ട് വന്നിരുന്നു. നല്ലൊരു പോസിറ്റീവ് റിസൾട്ടും ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലെ FIDAസിന്റെ ഇന്നത്തെ പെർഫോമൻസ് നമുക്ക് നോക്കാം. FISന്റെ ഭാഗത്ത് നിന്ന് 4662 കോടിയുടെ ബൈങ് ആണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ DISന്റെ ഭാഗത്ത് നിന്ന് 7911 കോടിയുടെ ബൈങ്ങും ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഏകദേശം 12551 കോടിയുടെ ബൈങ് ആണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലത്തെ നമ്മൾ നോക്കുവാണെങ്കിൽ FMCG സെക്ടേഴ്സ് ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ഫാള് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നോക്കുവാണെങ്കിൽ ITC, P&G, കോൾഗേറ്റ് അതേപോലെ നെസ്ലെ ഇന്ത്യ ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ഫാളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളൊരു സെക്ടർ വൈസ് അനാലിസിസ് എടുത്ത് ഇന്നത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും. മീഡിയ സെക്ടേഴ്സ് ഏകദേശം 1.04% ഹൈക്കിലാണ് ക്ലോസ് ചെയ്യപ്പെട്ടത്. അതേപോലെ തന്നെ PSU ബാങ്ക്സ് ഏകദേശം 1% ഹൈക്കിലും. പിന്നെ ഫിനാൻഷ്യൽ സർവീസ്, എനർജി സെക്ടേഴ്സ് ആണെങ്കിൽ നേരിയ തോതിലുള്ള ഒരു പോസിറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ഇന്നലെ ചില സെക്ടേഴ്സിന്റെ ഒരു നെഗറ്റീവ് പെർഫോമൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നോക്കുവാണെങ്കിൽ FMCG സെക്ടർ ആണെങ്കിൽ ഏകദേശം 1.49% നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. അതേപോലെ തന്നെ ഓട്ടോ സെക്ടർ, ഫാർമ, മെറ്റൽ, റിയാലിറ്റി സെക്ടേഴ്സ് ഏകദേശം 0.425% നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ പല കമ്പനീസിന്റെയും Q4 റിസൾട്ട് പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് നോക്കുവാണെങ്കിൽ ഗ്രാനുൾസ് ഇന്ത്യ Q4 റിസൾട്ട് നല്ലൊരു പോസിറ്റീവ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചതും. ഏകദേശം 17.3% ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ആണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ IRCTCയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഗ്രോസ് പ്രോഫിറ്റ് 7% ആണ് നമുക്ക് പോസിറ്റിവിറ്റിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലം 347 കോടിയുടെ ഉണ്ടായിരുന്നത് ഈ കൊല്ലം 373 കോടിയുടെ പ്രോഫിറ്റ് ആണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ 3M ഇന്ത്യ ഏകദേശം 12% ഗ്രോസ് പ്രോഫിറ്റ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൊഹാൻസ് ലൈഫ് ഏകദേശം 16% ഗ്രോസ് ലോസ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ ദീപക് നൈട്രൈറ്റ് ഏകദേശം 3% പ്രോഫിറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ JSW ഹോൾഡിംഗ്സ് 8% ഗ്രോസ് പ്രോഫിറ്റും നുവമ വെൽത്ത് 30% ഗ്രോസ് പ്രോഫിറ്റുമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇന്ന് പല കമ്പനീസിന്റെയും Q4 റിസൾട്ട് പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. നടക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബജാജ് ഓട്ടോ, SGVN, NPCC, പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രൊജക്ട്,
ആൽക്കം ലബോറട്ടറീസ് ആൻഡ് മദർസൺ ഇത്ര കമ്പനീസിന്റെ Q4 റിസൾട്ട് ആണ് ഇന്ന് റിലീസ് ആവുന്നത്. അപ്പം റിലീസ് ആയ ഉടനെ തന്നെ ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിൽ ചെറിയ തോതിലുള്ള വേരിയേഷൻസ് അല്ലെങ്കിൽ ഒരു വോളറ്റിലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റോക്കിലൊക്കെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ കോൺഷ്യസ് ആയിരിക്കുക. കാരണം നല്ല രീതിയിൽ ആ സ്റ്റോക്ക് പ്രൈസ് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. അതേപോലെ നോക്കുവാണെങ്കിൽ US-ഉം ഇന്ത്യയും തമ്മിൽ ഈ വരുന്ന ജൂൺ 25-ാം തീയതി ഒരു ഇന്ററിം ഡീൽ നടക്കുന്നുണ്ട്. ഇതിന്റെ ബേസിൽ US-ന്റെ ഭാഗത്തു നിന്നുള്ള റെസിപ്രോക്കൽ താരിഫ് വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ഇന്നത്തെ മാർക്കറ്റിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ ട്രേഡ് ചെയ്യുക. മാർക്കറ്റിൽ ചെറിയ തോതിലുള്ള ഒരു വോളറ്റിലിറ്റി ഒക്കെ കാണാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. കാരണം നിഫ്റ്റി ഒക്കെ ഏകദേശം ഒരു മേജർ ലെവലായ 25,000 നിഫ്റ്റി ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി ഒക്കെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ്, ജോബി മാർക്കോസ്.